ആദ്യമായിട്ട് കേരളത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അവരുടെ ദൗത്യം. കാസർഗോഡ് പട്ടണത്തിലുടനീളം ഒറ്റക്കാലിൽ പടുത്തുയർത്തിയിട്ടുള്ള 45 മീറ്റർ ഹൈവേയുടെ 6 വരി പാത വളരെ ആകർഷകമായി, കലാപരമായി, ദൃഢതയോടുകൂടി തന്നെ അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. സഹകരണ മേഖലയിൽ ലോകോത്തരമായ രീതിയിൽ ഭാവനാപൂർവം തൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് വളർത്തിയെടുത്ത ഒരു മഹാപ്രസ്ഥാനമാണ് ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകരിൽ ഒരാളായ മലബാറിലെ ഏറ്റവും ശ്രദ്ധേയനായ വാഗ്ഭടാനന്ദനാണ് അങ്ങനെയൊരു സ്ഥാപനം ആരംഭിച്ചത്. ആ സ്ഥാപനത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലാണ് നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് രമേശൻ പാലേരിയുടെ വലിയ സംഭാവന. അസുഖമായിട്ട് കുറച്ച് ആഴ്ചകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിനു മുമ്പ് നേരിട്ട് കണ്ടപ്പോഴൊന്നും ഇങ്ങനെയുള്ള ഒരു അസുഖത്തെപ്പറ്റിയോ അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ, ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ വളർത്തിയെടുത്തത്. നമുക്കറിയാം, കേരളത്തിലെ സർവ്വതല സ്പർശിയായ മേഖലയിൽ IT ഉൾപ്പെടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഫലപ്രദമായി അതിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അദാനിയോട് മത്സരിച്ചുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മുടെ നാഷണൽ ഹൈവേ 66 തുടക്കം കർണാടകത്തിൻ്റെ അതിർത്തിയായ തലപ്പാടി മുതൽ കാസർഗോഡ് കഴിഞ്ഞ് തൃക്കള വരെ ആ വലിയ റീച്ച് ഊരാളുങ്കലിന് ലഭിച്ചത്. കാലാവധിക്ക് മുമ്പ് ആദ്യമായിട്ട് കേരളത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അവരുടെ ദൗത്യം. കാസർഗോഡ് പട്ടണത്തിലുടനീളം ഒറ്റക്കാലിൽ പടുത്തുയർത്തിയിട്ടുള്ള 45 മീറ്റർ ഹൈവേയുടെ 6 വരി പാത വളരെ ആകർഷകമായി, കലാപരമായി, ദൃഢതയോടുകൂടി തന്നെ അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സഹകരണ മേഖലയിൽ ഫലപ്രദമായി ഇടപെട്ട് അതേത് ഗവൺമെൻറ് ആയാലും രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചതിൻ്റെ അപ്പുറത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആയാലും കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിശക്തിയായിട്ടുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചവർ തന്നെ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് PWD മിനിസ്റ്റർ പറഞ്ഞ മറുപടി വളരെ ആവേശകരമായ ഒന്നായിരുന്നു. ഊരാളുങ്കലിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അതിലെല്ലാം ഉടനീളം അദൃശ്യമായ ഒരു കരുത്തായി ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് രമേശൻ പാലേരിയായിരുന്നു. രമേശൻ പാലേരിയുടെ അകാലത്തിലുള്ള ഈ വിയോഗം കേരളത്തിലെയും ഇന്ത്യയിലെയും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ പ്രക്രിയക്കകത്തും ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള സേവനവും, നേരത്തെ പറഞ്ഞതുപോലെ IT ഉൾപ്പെടെയുള്ള മേഖലയിൽ നടത്തിയിട്ടുള്ള, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സർവ്വതല സ്പർശിയായ മേഖലയിൽ ഇടപെട്ടുകൊണ്ടുള്ള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാതൃക
അതായിരുന്നു ഊരാളുങ്കലേണ്ടത്. അതിൻ്റെ നെടും തൂണായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു രമേശൻ പാലേരി. രമേശൻ പാലേരിയുടെ നിയോഗം നമ്മളെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും അവരനുഭവിക്കുന്ന വേദനയോടൊപ്പം ചേർന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും കുടുംബത്തോട് ഈ ദുഃഖത്തിൽ പങ്കുചേർന്നതായും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.